അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ? നമുക്ക് ഒരു ചെറിയ കളിയായാലോ? എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്ക്. കും ഇർഫ്, രണ്ട് കൈ മുന്തിക്ക്, അർസിൽ താഴ്ത്തി, ജിലിസ് ഇരുന്നോളൂ. കും ഇർഫ് അർസിൽ. ഓക്കെ. ഇനി ഉസ്താദ് പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഉസ്താദ് ചെയ്യണ കാര്യം ചെയ്യരുത്. ഉസ്താദ് പറയുന്ന കാര്യം നല്ലോണം ശ്രദ്ധിക്കുക. എന്നിട്ട് ആ ഉസ്താദ് ചെയ്യുന്ന കാര്യം ചെയ്യരുത്, പറയുന്ന കാര്യം ചെയ്യണം. എന്താ ചെയ്യേണ്ടി? ഉസ്താദ് പറയുന്ന കാര്യം ചെയ്യുക, ചെയ്യുന്ന കാര്യം ചെയ്യുക. ഓക്കെ, റെഡി അല്ലേ? കളി തുടങ്ങാം. എല്ലാവരും ഒരുമിച്ച് ഒപ്പം നിങ്ങളെ ചെവി പിടിക്കും. ആ ചെവി പിടിക്കാനാ പറഞ്ഞേ. കുറേ ആൾ മൂക്കള്ള പിടിച്ചത്, മൂക്കല്ല പിടിക്കാൻ പറഞ്ഞേ, ചെവി പിടിക്കാൻ. ഒന്നുകൂടെ നോക്കില്ലേ? റെഡിയല്ലേ? തെറ്റിക്കുമോ? തെറ്റിക്കരുത്. ഓക്കെ, എല്ലാവരും ഒരുമിച്ച് ചെവി പിടിക്കും. അതാ കുറേ ആൾ ശരിയായി, കുറേ ആളത് ശരിയായിട്ടില്ല. ഇപ്പോഴും മൂക്ക് തന്നെ പിടിച്ച്. എന്നാൽ ഇനിയോ ഒരൊറ്റ കുട്ടിയും തെറ്റിക്കരുത്. തെറ്റിക്കില്ലല്ലോ, ഉറപ്പല്ലേ? എന്നാൽ തുടങ്ങാം. എല്ലാവരും ഒരുമിച്ച് ഒപ്പം ചെവി പിടിക്കും. ഇപ്പം എല്ലാവരും ചെവി പിടിച്ച് അല്ലേ? ഞാൻ ചെവി വിടണ്ട കേട്ടോ. ഈ ചെവിക്ക് അറബി പറയുന്നൊരു പേര് പഠിക്കല്ലേ? ഉദുൻ. എന്താ ചെവിക്ക് അറബി പറയാ? ഉദുൻ. മക്കളെല്ലാവരും പറയും ഉദുൻ. ഉദുൻ ചെവി. ചെവിക്ക് അറബിയിൽ എന്താ പറയാ? ഉദുൻ. ഓക്കെ, നമ്മൾ എഴുതി നോക്കാം. ഉദുൻ. കണ്ടോ? ഉദുൻ. ഫസ്റ്റ് അക്ഷരം എന്താണ്? ഉ. നമ്മൾ നേരത്തെ ആ പഠിച്ചു, ഈ പഠിച്ചു അല്ലേ? ഇന്ന് നമ്മളെന്താ പഠിച്ച്? ഉദുൻ ചെവി. ഉദുൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെവി. നമ്മൾ ഊന്ന് എഴുതണമെങ്കിൽ ആദ്യം എന്തിടണം? അലിഫ് ഇടണം അല്ലേ? അലിഫ് ഇട്ടു. ഇനിയോ അലിഫിന് മുകളിലാണ് ഹംസ. ഹംസ എവിടെയാണ്? അലിഫിന് മുകളിൽ. അപ്പം അലിഫിൻ്റെ മുകളിൽ ഹംസ ഇട്ടു. ഇനിയോ ലൊമ്മ്. എന്താണ്? എന്താട്ടത്? ഹംസൻ്റെ മുകളിൽ എന്താട്ട്? ലൊമ്മ്. നേരത്തെ പാടിയ പാട്ട് ഓർമ്മല്ലേ? പാടി നോക്കി. അലിഫിന് മുകളിൽ ഹംസിട്ടു, ഹംസിന് മുകളിൽ ലൊമ്മിട്ടു. ഈ കൊക്കൊക്കെ പറയുന്ന പേരെന്താ? ലൊമ്മ്. എന്താണ്? ലൊമ്മ്. ഹംസിന് മുകളിൽ ലൊമ്മിട്ടു. എന്തൊരു ചന്തം. മനസ്സിലായില്ലേ? ഇതെന്താ വായിക്കാന്ന് പറഞ്ഞ്? ഉദുൻ. നമ്മൾ നേരത്തെ എന്താ പഠിച്ചിരുന്നേ? നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? ഇബിൽ പഠിച്ചില്ലേ? ഓക്കെ. അതിന് മുമ്പത്തെ ക്ലാസ്സിൽ എന്താ പഠിച്ചു? അബു പഠിച്ചില്ലേ? അതൊക്കെ നമ്മളൊന്ന് എഴുതി നോക്കാം. എന്താ വായിക്കുക? ഇപ്പോഴോ അബ്. ഈ ഇബിൽ. ഉദുൻ. അബ് ഇബിൽ ഉദുൻ. അബ് ഇബിൽ ഉദുൻ.
ഇപ്പം മഞ്ഞ കളറിൽ എഴുതിയ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കൂ. ആ, ഇ, ഉ. ആ, ഇ, ഉ. നോക്കൂ, നമുക്കൊരു പാട്ട് പാടിയാലോ? പാടാം. അബ് പഠിച്ചു ആ കണ്ടു, ഇബിൽ പഠിച്ചു ഈ കണ്ടു, ഉദുനു പഠിച്ചു ഊ കണ്ടു, ആ, ഇ, ഉ അലിഫും കണ്ടു, ആ, ഇ, ഉ അലിഫും കണ്ടു. എന്നോട് പാട്. അബ് പഠിച്ചു ആ കണ്ടു, ഇബിൽ പഠിച്ചു ഈ കണ്ടു, ഉദുൻ പഠിച്ചു ഊ കണ്ടു, ആ, ഇ, ഉ അലിഫും കണ്ടു. ഹൈ, ആ, ഇ, ഉ അലിഫും കണ്ടു. പാട്ട് നല്ല ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക്? നന്നായി പാടണം. നമുക്ക് പുസ്തകം നോക്കി പാഠം വായിച്ചു നോക്കിയാലോ? ഓക്കെ, നോക്കൂ. ഉദുൻ ചെവി, കണ്ടില്ലേ? ഉദുൻ ചെവി, അലിഫ്, ഉ, ഉ അലിഫ്. ഒന്നുകൂടെ. ഉദുൻ ചെവി, അലിഫ്, ഉ, ഉ അലിഫ് എന്നതിനെ കണ്ടെത്തി എത്ര എണ്ണം ഉ ഉണ്ട് എന്ന് നോക്കി ആ എണ്ണം ഇവിടെ എഴുതുക. അത് കഴിഞ്ഞ് വായിക്കുന്ന നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ വായിക്കണമെന്നില്ല, പക്ഷേ ആ വായിക്കുന്നതിൽ ഉ ഉണ്ടോ എന്ന് നാം ശ്രദ്ധിച്ച് വേർതിരിച്ചറിയണം. ഉമ്മുൻ, ഉഖ്തുൻ, ഉൻസുൻ. ഇതൊക്കെ ഉമ്മുൻ, ഉഖ്തുൻ, ഉൻസുൻ. ഇതിലൊക്കെ ഉ ഉണ്ടോ എന്ന് നാം തിരിച്ചറിയണം. പിന്നെ ഇവിടെ കണ്ടോ രണ്ട് മീൻ കണ്ടില്ലേ? അതിന് കുളത്തിലേക്കുള്ള വഴി നാം കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് പോകുന്ന ഈ വഴി ഉണ്ടല്ലോ, അത് നമുക്ക് പെൻസിൽ കൊണ്ട് കുത്തുകൾ യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ടോ അലിഫിന് മുകളിൽ നിന്നും താഴേക്ക് നന്നായി നിറം കൊടുക്കുക. അത് വരക്കുമ്പോൾ കളർ പെൻസിൽ കൊണ്ട് വരക്കുമ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് തന്നെ ആവണം. ഒരൊറ്റ കുട്ടി എന്ത് ചെയ്ത് കുത്തി വരയ്ക്കരുത് കേട്ടോ. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് നന്നായിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ നിലാവിലൊരു പാഠം എടുക്കാം. മൂന്നാമത്തെ പാഠം. ലാ ഇലാഹ ഇല്ലല്ലാഹു. ആ പാഠത്തിൻ്റെ പേര് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു. ഉസ്താദ് വായിച്ചു തരാം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു പഠിക്കണം. അവിടെ ശ്രദ്ധിക്കാനുള്ള കാര്യം ലാ ഇലാഹ, അവിടെ ഹ ശരിക്കും ഉച്ചരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹു. അവിടെയും അള്ളാഹു എന്ന് പറയുമ്പോൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ നാവ് ഒരിക്കലും നമ്മുടെ പല്ലിൽ ടച്ച് ചെയ്യാൻ പാടില്ല. പല്ലിൽ നാവ് ടച്ച് ചെയ്യാതെയാണ് അള്ളാഹു എന്ന് പറയേണ്ടത്. മനസ്സിലായോ? നാം ലാ എന്ന് പറയുമ്പോൾ നമ്മുടെ നാവ് എവിടെയാണോ ടച്ച് ചെയ്യുന്നത്, ലാ പറഞ്ഞു നോക്കൂ എല്ലാവരും. ലാ ലാ അതേ സ്ഥാനത്തെ അള്ളാഹു എന്ന് പറയുമ്പോഴും നമ്മുടെ നാവ് തട്ടാൻ പാടുള്ളൂ. മനസ്സിലായോ? ഒന്ന് പറഞ്ഞു നോക്കുക എല്ലാവരും. അള്ളാഹു അള്ളാഹു എന്ന് പറയുമ്പോൾ ഒരിക്കലും പല്ലിൽ നാവ് തട്ടാൻ പാടില്ല. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി. മുഹമ്മദു റസൂലുള്ളാഹി. അവിടെയും ഹാവ് പറയുമ്പോൾ നല്ലോ ശ്രദ്ധിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി. നന്നായി ശ്രദ്ധിച്ച് എല്ലാ മക്കളും പറഞ്ഞു പഠിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹി. മക്കളെ, ഇനി നമുക്ക് കുറച്ച് എഴുതിയാലോ? കുറച്ച് നമ്മളിതുവരെ എഴുതിയിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് അലിഫും ഒക്കെ ഹംസയൊക്കെ ഒന്ന് ചെറുതായി എഴുതി നോക്കാം. മുകളിൽ നിന്ന് താഴേക്ക് വരയ്ക്കുക. അലിഫ് 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 അല്ലേ? അലിഫ്. ഈ അലിഫ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബോക്സ് വരയ്ക്കാം.
പെട്ടി വരക്കാം. നടുക്ക് ഒരു അലിഫും കൂടി എഴുതി കൊടുക്കുക. മുകളിൽ ഇങ്ങനെ വരച്ചു, താഴെയും വരക്കുക. മുകളിൽ വരക്കുക, താഴെ വരക്കുക, മുകളിൽ വരക്കുക, താഴെ വരക്കുക. ഒരു ബോക്സായി മാറിയില്ലേ? ഇതുപോലെ നിങ്ങളും ഒരുപാട് ബോക്സുകൾ എന്ത് ചെയ്യുക, വരക്കുക. പിന്നെ നമുക്കൊരു വട്ടം വരച്ചാലോ? വട്ടം വരക്കുക. കുഞ്ഞു വട്ടങ്ങൾ ഉസ്താദ് തുടങ്ങുന്നത്, ഉസ്താദ് എവിടെ നിന്നാണ് വട്ടം വരക്കാൻ തുടങ്ങുന്നത് മക്കൾ ശ്രദ്ധിക്കണം. അതുപോലെ വരക്കണം. ഇതാ ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ തന്നെ അവസാനിപ്പിച്ചു. തുടങ്ങി ഇവിടെ തന്നെ അവസാനിപ്പിച്ചു. ഇനി ഈ കുഞ്ഞു വട്ടങ്ങളുടെ പകുതി വരച്ചാലോ? നമുക്ക് പകുതി വരക്കാം. ഈ കുഞ്ഞു വട്ടത്തിൻ്റെ പകുതി ഉപയോഗിച്ച് നമുക്ക് ഹംസ വരക്കാം. നോക്കൂ, ആയി. മക്കളും ഇതുപോലെ നന്നായി അലിഫും അതുപോലെ ബോക്സ് വരച്ചിട്ടും വട്ടം വരച്ചിട്ടും ശേഷം വട്ടത്തിൻ്റെ പകുതി വരച്ച് അതിനുശേഷം നന്നായി ഹംസ് വരച്ചിട്ട് ഉസ്താദിന് അയച്ചു തരണം. നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിലോ അതല്ലെങ്കിൽ സ്ലേറ്റിലോ എഴുതിയിട്ട് ഉസ്താദിന് നന്നായിട്ട് വരച്ച് കാണിച്ചു തരൂലേ? ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കൊക്കെ നല്ല സമ്മാനങ്ങൾ ഉസ്താദ് അയച്ചു തരും. ഇൻഷാ അല്ലാഹ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.